ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് പറയുന്നത് ബസ് സെഷനെ കുറിച്ചാണ്. ബസ് സെഷൻ ഒരു ഗ്രൂപ്പ് ടെക്നിക്കാണ്. ഫസ്റ്റ് യൂസ് ചെയ്തത് ഡോക്ടർ ഡൊണാൾഡ് ഫിലിപ്പാണ്. ഈ ബസ് സെഷൻ ഫിലിപ്സ് 66 അല്ലെങ്കിൽ ഹഡിൽ സിസ്റ്റം എന്നും അറിയപ്പെടാറുണ്ട്. ബസ് സെഷനും ബെയിൻ സ്ട്രോമിങ് പോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ ടെക്നിക്കാണ്. അതുപോലെ ഒരു സ്മോൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് സെയിം ടോപ്പിക്ക് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടോപ്പിക്ക് ഗ്രൂപ്പുകൾക്ക് നൽകുന്നു. ടോപ്പിക്സ് ആവാം, ഇഷ്യൂസ് ആവാം, പ്രോബ്ലംസ് ആവാം, എന്തും നമുക്ക് നൽകാൻ വേണ്ടി പറ്റും. ഒരു നിശ്ചിത ടൈമും ഡിസ്കഷന് വേണ്ടിയിട്ട് നൽകുന്നു. 6 അല്ലെങ്കിൽ 8 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ബസ് സെഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ 6, 7 അല്ലെങ്കിൽ 8 അംഗങ്ങളടക്കുന്ന ഒരു ഗ്രൂപ്പായിരിക്കും. അപ്പോൾ ഒരു ക്ലാസ്സിൽ ചിലപ്പോൾ ഇതുപോലത്തെ ബസ് ഗ്രൂപ്പുകൾ ചിലപ്പോൾ 4, 5 ഒക്കെ ഉണ്ടാവും. ആ ഒരു ക്ലാസ്സിൻ്റെ കുട്ടികളുടെ സ്ട്രെങ്ത് അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ 6 അല്ലെങ്കിൽ 8 പേരാണ് ഉണ്ടാവുക. ഗ്രൂപ്പിലെ ഓരോ പാർട്ടിസിപ്പൻസിനും അവരുടെ ഐഡിയാസ് പറയാനുള്ള ഒരു സ്പേസും ഫ്രീഡവും ഒക്കെ ഈ ബസ് സെഷനിലുണ്ട്. ഈക്വൽ ഫ്രീഡം ഫോർ സ്പേസ് ആൻഡ് ഫ്രീഡം ടു എക്സ്പ്രസ് ദെയർ ഐഡിയാസ്. ഈ ഗ്രൂപ്പ് വർക്ക് ഓരോ ഗ്രൂപ്പിനും സെപ്പറേറ്റ് തീം അല്ലെങ്കിൽ സെയിം തീം തന്നെ നമുക്ക് നൽകാവുന്നതാണ്. അധികവും സെയിം തീം കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഒരുപാട് ഐഡിയാസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ ഇനി നമുക്ക് നോക്കേണ്ടത് നെക്സ്റ്റ് ഈ ഒരു ഗ്രൂപ്പിൻ്റെ റോള് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഓരോ ഗ്രൂപ്പും ഒരു ലീഡറിനെ തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ ഒരു സ്പോക്ക് പേഴ്സണെ തിരഞ്ഞെടുക്കുന്നു. ഈ ലീഡറാണ് ഗ്രൂപ്പിൽ ഐഡിയാസും അതുപോലെ ഡിസിഷൻസും ഒക്കെ അവതരിപ്പിക്കുന്നത്. അതുപോലെ ടൈം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാവും. അതായത് അലോട്ട് ചെയ്ത ടൈം അവസാനിച്ചോ എന്നൊക്കെ നോക്കാനും ടൈം മാനേജ് ചെയ്യാനും അത് ചിലപ്പോൾ ടീച്ചർ തന്നെയായിരിക്കും നോക്കുന്നത്. ഓക്കെ, അതിനാണല്ലോ നമ്മളൊരു മോഡറേറ്ററെയൊക്കെ ആക്കുന്നത്. പിന്നെ അതുപോലെ ദ സ്ക്രൈബ് ഓർ എ റെക്കോർഡർ ഉണ്ടാവും. ഈ സ്ക്രൈബ് ഓർ റെക്കോർഡർ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ലീഡർ തന്നെയായിരിക്കും അധികവും ചെയ്യുന്നത്. ഗ്രൂപ്പിൻ്റെ ഐഡിയാസ്, ഡിസിഷൻസ് ഇതൊക്കെ എന്ത് ചെയ്യുന്നു, എഴുതി വെക്കുന്നു. അതായത് റെക്കോർഡ് ഓൾ ദ ഡിസിഷൻസ് ആൻഡ് റൈറ്റ് ദ ഇൻഫർമേഷൻ നീറ്റ്ലി ടു ബി റീഡ് ആൻഡ് ഷെയർ. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് പ്രൊസീജിയേഴ്സ് ആണ്. ഓക്കെ, ബസ് സെഷൻ്റെ പ്രൊസീജിയേഴ്സ് ഇതൊരു ടെക്നിക്കാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് 5 സ്റ്റെപ്പിലൂടെയാണ് ഈ ഒരു ബസ് സെഷൻ മുന്നോട്ട് പോകുന്നത്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ടീച്ചർ ഷുഡ് എക്സ്പ്ലെയിൻ ദ സ്പെസിഫിക് ക്വസ്റ്റ്യൻ ടു ബി അഡ്രസ് ബൈ ഗ്രൂപ്പ്. കൃത്യമായിട്ട് ടീച്ചർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അതായത് ഒരു ടോപ്പിക്ക് നമുക്കറിയില്ലല്ലോ, ആദ്യം ടീച്ചർ ഒരു ടോപ്പിക്ക് കൊടുക്കുന്നു. ആ ടോപ്പിക്ക് എന്താണെന്ന് അതിനെക്കുറിച്ചുള്ള ഒരു അബ്സ്ട്രാക്റ്റ് ആർക്ക് കൊടുക്കുന്നു, കുട്ടികൾക്ക് കൊടുക്കുന്നു. രണ്ടാമതായിട്ട് സ്റ്റെപ്പ് 2-ൽ ടീച്ചർ ഷുഡ് മേക്ക് എ ഗ്രൂപ്പ് 6 or 8 മെമ്പേഴ്സ് ഈച്ച്. സെലക്ട് എ ലീഡർ ഇൻ ഈച്ച് ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പിനും ഒരു ലീഡർ ഉണ്ടാവും. അതുപോലെ ടീച്ചർ ഡ്യൂട്ടീസ്, ലീഡർ എന്തൊക്കെ ചെയ്യണം, അതുപോലെ റെക്കോർഡ് ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ ലീഡർ ശ്രദ്ധിക്കേണ്ടതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആ ഒരു ടോപ്പിക്ക് തന്നെയാണോ അവർ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. റെക്കോർഡ് ചെയ്യുന്ന ആ വ്യക്തി കറക്റ്റായിട്ട് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യും വേണം. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഡിസ്കഷൻ ഓർ ബസ് സെഷൻ നടക്കുന്നു. ഇതുവരെ അതിന് മുമ്പുള്ള പ്രൊസീജിയർ ആയിരുന്നു. ഇപ്പോൾ ബസ് സെഷൻ ആരംഭിക്കുകയാണ്. ലീഡർ എൻകറേജ് ചെയ്യും. ഓക്കെ, മെമ്പേഴ്സ് അവരുടെ ഐഡിയാസ് പറയുന്നു, ഡിസ്കഷൻസ് നടക്കുന്നു. ടീച്ചർ അപ്പം എന്ത് ചെയ്യും, ആ ഡിസ്കഷൻ മോണിറ്റർ ചെയ്യും. എല്ലാ ബസ് ഗ്രൂപ്പിനെയും ടീച്ചർ മോണിറ്റർ ചെയ്യും. ഓക്കെ, സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ബസ് സെഷൻ അതിൻ്റെ എൻഡിങ് ആണ്. ഓക്കെ, ഓരോ ഗ്രൂപ്പ് ലീഡറും അവരുടെ ഐഡിയാസ് പോയിൻ്റായിട്ട് റെക്കോർഡാക്കിയിട്ടുണ്ടാവും. അത് വന്നിട്ട് അവതരിപ്പിക്കും. ഓരോ ഗ്രൂപ്പിൻ്റെ ലീഡേഴ്സും അവരുടെ ഗ്രൂപ്പിൻ്റെ ഐഡിയാസ് വന്നിട്ട് ഷെയർ ചെയ്യും. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് ടീച്ചർ ഈ വന്ന ഐഡിയാസ് ഒക്കെ ഡിസ്കസ് ചെയ്യും. അതുപോലെ ആ പോയിൻറ്റ്സൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്യും. പിന്നെ ടോപ്പിക്ക് മൊത്തമായിട്ടൊന്ന് സമ്മറൈസ് ചെയ്യും. ഓക്കെ, ഇവിടെ ശരിക്കും കുട്ടികളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി ഒക്കെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവർ തന്നെ ആലോചിക്കുകയാണ്, അവരുടെ ഐഡിയാസ് അവർ ആലോചിച്ചെടുക്കുകയാണ്. റെസ്ട്രിക്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവരങ്ങ് തുറന്നു പറയുകയാണ്. അപ്പോൾ അവർ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പരിസ്ഥിതി സംരക്ഷണമാണ് ടീച്ചർ കൊടുത്ത ടോപ്പിക്ക്. ഈ ടീച്ചർ ഈ ടോപ്പിക്ക് എന്ത് ചെയ്യും, ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഗ്രൂപ്പാക്കും. ലീഡർ അല്ലെങ്കിൽ റെക്കോർഡറെ തിരഞ്ഞെടുക്കും. പിന്നെ ഒരു ടൈം നൽകും.
പിന്നെ ഡ്യൂട്ടീസൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ ആ ഗ്രൂപ്പിൽ നടക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ഗ്രൂപ്പ് അവരുടെ പോയിൻറ്റ്സ് അവരുടെ ഗ്രൂപ്പിൽ പറയുന്നു, ലീഡർ അത് റെക്കോർഡ് ചെയ്യുന്നു. ശേഷം ഓരോ ഗ്രൂപ്പ് ലീഡറും ഈ ഒരു പോയിൻറ്റ്സ് വന്ന് അവതരിപ്പിക്കുന്നു. ശേഷം ടീച്ചർ ടോപ്പിക്ക് സമ്മറൈസ് ചെയ്യുന്നു. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ബസ് സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഏതൊരു ടെക്നിക്കായാലും അതിന് അഡ്വാൻറ്റേജസും ഉണ്ടാവും ഡിസഡ്വാൻറ്റേജസും ഉണ്ടാവും. അപ്പോൾ അതെന്താണെന്നും കൂടി നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഐഡിയാസ് നമുക്കിതിൽ കാണാൻ വേണ്ടി പറ്റും. പിന്നെ പാർട്ടിസിപ്പൻസ് റിയൽ ലൈഫ് സിറ്റുവേഷനുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ അവർ മനസ്സിലാക്കും, അതിനെക്കുറിച്ച് അവർ ലേൺ ചെയ്യും. പിന്നെ മറ്റ് പാർട്ടിസിപ്പൻസിൻ്റെ ഐഡിയാസ്, ഒപ്പീനിയൻസ് ഇതൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഡീലിംഗ് വിത്ത് കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റ്. ഇപ്പോൾ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസാണ് ടീച്ചർ കൊടുക്കുന്ന ടോപ്പിക്ക് എങ്കിൽ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അത് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു മെത്തേഡാണ്. ഇപ്പോൾ ലെക്ചർ മെത്തേഡിൽ ടീച്ചർ ഒരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ പറയുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ കുട്ടികൾ അവർ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത് അവരുടെ ഐഡിയാസ് പറയുന്നതാണ്. കാരണം അത് ഒരു ലേണർ ബേസ്ഡ് എഡ്യൂക്കേഷൻ്റെ ഒരു ഭാഗം കൂടിയാണ്. പിന്നെ മെമ്പേഴ്സ് അവരുടെ ഒപ്പീനിയൻ ഫ്രീലി എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, അവരുടെ ഒപ്പീനിയൻസ് അവർക്ക് തുറന്നു പറയാം, ഒരു റെസ്ട്രിക്ഷനും ഇല്ലാത്തതുകൊണ്ട് തന്നെ തുറന്നു പറയാം. അതൊക്കെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഒരു യങ്ങർ ഗ്രൂപ്പിൽ പോസിബിൾ അല്ല. ഓക്കെ, കാരണം ഒരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസൊക്കെയാണ് ടോപ്പിക്ക് കൊടുക്കുന്നതെങ്കിൽ അതൊരു യങ്ങർ ഗ്രൂപ്പിന് പെട്ടെന്ന് അത് ആ ഒരു ഐഡിയാസിനെ ഒന്ന് ക്യാച്ച് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. പിന്നെ ഒരു ഓഫ് ടോപ്പിക് ഡിസ്കഷൻ ഉണ്ടാവാം. ഓക്കെ, അതായത് നമ്മൾ കൊടുത്ത ടോപ്പിക്കിൽ നിന്നും മാറിയിട്ട് മറ്റ് ഡിസ്കഷൻസൊക്കെ കടന്നു വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ഒരു ഗ്രൂപ്പിൻ്റെ ബസ്സിങ് സൗണ്ട് മറ്റ് ഗ്രൂപ്പിന് ഡിസ്റ്റർബിംഗ് ആണ്. അതായത് ഒരു ചെറിയൊരു ക്ലാസ് റൂമിലൊക്കെയാണ് ഇരുന്ന് നമ്മൾ ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ ബസ് സെഷൻ നടത്തുന്നതെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ ഐഡിയാസ് ഇങ്ങനെ പറയുന്ന സമയത്ത് മറ്റ് ഗ്രൂപ്പിന് അവരുടെ ഐഡിയാസ് പറയാൻ വേണ്ടി പറ്റില്ല. ഇങ്ങനെ സൗണ്ടിൻ്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ബസ് സെഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ബസ് സെഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇപ്പോൾ ബസ് സെഷൻ സെറ്റ് അല്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്